CJ റോയി ഒരു ദിവസം ദുബായിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്നു. ഫ്ലൈറ്റിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, കുറെ നാളുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു തോക്കിരിക്കുന്നു, ഇത് വർക്ക് ചെയ്യൂ ഇല്ലേ എന്ന് അദ്ദേഹത്തിനൊരു സംശയം. അപ്പൊ അദ്ദേഹം കരുതി ഇത് വർക്ക് ചെയ്യുമെന്നൊന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ഫ്ലൈറ്റിൽ നിന്നാണ് ചിന്തിക്കുന്നത്. നേരെ അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലെ ഓഫീസിലെത്തുന്നു. ഓഫീസിൽ എത്തിയതിനു ശേഷം നോക്കിയപ്പോ അവിടെ EDയും ഇവരും ഒക്കെ വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ നമ്മൾ കൊണ്ടുവരും EDയൊക്കെ. ഇവരൊക്കെ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ എല്ലാം ക്ലിയർ ആണ്, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോഴും റോയിയുടെ മനസ്സിൽ ഈ സംശയമുണ്ട്, ഈ തോക്ക് വർക്ക് ചെയ്യുമോ? കുറെ കാലമായി തന്റെ കൂടെയുള്ള ഒരു സന്തത സഹചാരിയെ പോലെയാണ് ഈ തോക്ക്. അപ്പൊ തോക്ക് വർക്ക് ചെയ്യുമോ എന്നുള്ള ഒരു വല്ലാത്ത ഒരു ആശങ്ക റോയി ഇങ്ങനെ അലട്ടിക്കൊണ്ട് റോയി. അപ്പൊ എല്ലാ പേപ്പറും എല്ലാം ക്ലിയർ ആക്കി. റോയിക്ക് നിക്ഷേപം ഒരു ഭയവുമില്ല, സമ്മർദ്ദമില്ല, ഒരിടത്തൊന്നും ഭീഷണിയില്ല, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. റോയി ക്യാബിനകത്തേക്ക് പോകുന്നു, അമ്മയെ വിളിക്കുന്നു. അമ്മയെ വിളിച്ചതിന് ശേഷം റോയി ബ്രീഫ് കേസിൽ നിന്ന് തോക്ക് എടുക്കുന്നു. അതിനുശേഷം ഒരു കസേരയിൽ ഇരിക്കുന്നു. എന്നിട്ട് ആ തോക്ക് ഇവിടെ വെച്ച് നെഞ്ചിൽ വെടിവെച്ച് അദ്ദേഹം മരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലായത് തോക്ക് പ്രവർത്തിക്കുമെന്ന്. പിന്നെ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ TJ ജോസഫ് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്. അതായത് അദ്ദേഹം പറയുന്നത് ഒരു പ്രശ്നവും റോയിക്കില്ല. സാമ്പത്തികമായി ഞങ്ങൾ കഷ്ടപ്പെട്ട്, എല്ലാവരും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാണ് ഈ സാമ്രാജ്യം. നിക്ഷേപകർക്ക് ഒരു പ്രശ്നവുമില്ല, എല്ലാം ക്ലിയർ ആണ്. പക്ഷെ റോയിക്കൊരു സംശയം തോന്നിയുകൊണ്ട് റോയി അത് ചെയ്തു എന്നുള്ള തരത്തിലാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമില്ലാത്ത ഒരാള് ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഇതെന്താ വല്ല തമാശക്കളിയാണോ? പുള്ളി ആത്മഹത്യ ചെയ്ത് നോക്കിയതായിരിക്കും. മനസ്സിലായി അപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിന്റെ കീഴിലൊക്കെ റോയി ആരാധകരാണോ ആരാന്നറിയത്തില്ല, വളരെ കൃത്യമായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ആക്ഷേപമുണ്ട് ഈ പറയുന്നതിനകത്ത്. നിങ്ങൾക്ക് എന്തിനു അപ്പൊ ഇന്ന് റോയിയുടെ മാനേജർ പറഞ്ഞേക്കുന്ന എല്ലാം കള്ളക്കഥകളാണ്. യൂട്യൂബ് ചാനലുകളാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ശരിയാ, യൂട്യൂബ് ചാനലാണ് ഉണ്ടാക്കിയത്. യൂട്യൂബ് ചാനലാണല്ലോ 6 മാസം തൊട്ട് നമ്മുടെ എന്ത് പറയുന്നത് ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരെ അവിടെ പറഞ്ഞു വിട്ടു. ഡിസംബർ 3 വരെ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരെ നോട്ടീസ് ഏൽപ്പിച്ചത് ഇവിടുത്തെ യൂട്യൂബ് ചാനലുകളാണല്ലോ. ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരെ ദുബായിൽ നിന്ന് ഇയാളെ ഇവിടെ വരുത്തിയത് യൂട്യൂബ് ചാനലുകളാണല്ലോ. അതിനുശേഷം ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ റൂം തുറക്കാൻ പറഞ്ഞപ്പോൾ റൂമിനകത്ത് കയറി വെടിവെച്ചതും അതായത് യൂട്യൂബ് ചാനലുകളാണല്ലോ ചെയ്തത്. അപ്പൊ ഇന്നലെ ഞാൻ ഇപ്പം SIT കേരളത്തിലേക്ക് അന്വേഷിക്കാൻ വരുന്നത് യൂട്യൂബ് ചാനലുകൾ പറഞ്ഞിട്ടാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഇടപാടുകൾ പരിശോധിക്കുന്നത്, കോൺസുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നത്, UAE-യിലെ പടപെടൽ, ഇതെല്ലാം UAE-ന്ന് ഇദ്ദേഹത്തിന്റെ ഇടപാടുകൾ, പണസംബന്ധമായ കാര്യങ്ങൾ അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഇവിടുത്തെ ലാഭമാണെന്ന് പറയുന്ന തുകയുടെ കാര്യങ്ങൾ വ്യക്തത വരുത്തി കൊടുക്കാൻ ഇവിടുത്തെ ആദായ നികുതി വകുപ്പിനോടും അതിനോടനുബന്ധിച്ചുള്ള ഏജൻസിയോടും ഗവൺമെന്റ് തലത്തിൽ അത് തമ്മിലുള്ള കരാർ 2025 ബലപ്പെടുത്തി. അതായത് സാമ്പത്തിക കരാർ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള, അത് അവിടുന്ന് അന്വേഷിക്കും, അതിന്റെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്, അന്താരാഷ്ട്ര ലെവൽ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞതും ഇവിടുത്തെ യൂട്യൂബ് ചാനലുകളാണ്. മനസ്സിലായില്ലേ? അപ്പം ഇന്നലെ യൂട്യൂബ് ചാനലിൽ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ ജോസഫ് എന്നുള്ള കാര്യം ചോദിച്ചാൽ, ഇന്നലെ ജോസഫ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ഞങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല, സോഷ്യൽ മീഡിയ വഴിയാ സോഷ്യൽ മീഡിയ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ പറഞ്ഞു ജോസഫിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. കോൺഫിഡൻസ് ഗ്രൂപ്പിന് കുഴപ്പമില്ല, കോൺഫിഡൻസ് ഗ്രൂപ്പ് കുഴപ്പമുണ്ടെന്ന് വിടാണ്ട് പറഞ്ഞു. ഞങ്ങളുടെ നിക്ഷേപരെ പറ്റിക്കുക, നിങ്ങൾ നിക്ഷേപരെ പറ്റിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ പറഞ്ഞു. അല്ല ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല, കെട്ടിടങ്ങളെല്ലാം പണിഞ്ഞു, നിങ്ങൾ കെട്ടിടങ്ങൾ പണിയത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കേട്ട കഥ ഇത് അന്വേഷിച്ചപ്പോൾ ഇയാളുടെ പണത്തിന്റെ സോഴ്സ്, ഇയാൾ ലോൺ ഇല്ലാത്ത ആള്, ഇയാൾ ഒന്നുമില്ലാത്ത ആള് എന്ന് പലവട്ടം ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാർ വാങ്ങിച്ചിട്ടുണ്ടോ? ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നു, ഇല്ല ഉണ്ടല്ലോ. കാർ മേടിക്കുമ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടാറില്ലയോ? നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് കാർ മേടിക്കുന്നത്? ഒരു 50-ാമത്തെ വയസ്സ്. ഞാൻ 36-ാമത്തെ വയസ്സിൽ ഫ്ലൈറ്റ് മേടിച്ചതാ. മേടിച്ചു. ഇയാൾ ഫ്ലൈറ്റിന്റെ പുറത്ത് കയറി നടന്നു. 18 റോൾസ് റോയ്സിന്റെ പുറത്തായിരിക്കൂ. ഇയാളെ ഇവിടെ വെടിവെച്ച വിവരം ഈ പറയുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യം മൊത്തവും ഇതുപോലെ സാധാരണ ഒരു വ്യവസായി, ഇവിടുത്തെ ഇൻകം ടാക്സ് ഓഫീസർമാർ വന്ന് അതിനകത്ത് കയറി അവരുടെ പ്രഷർ കൊണ്ട് വെടിവെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റെടുത്തതല്ലേ. അപ്പൊ മാധ്യമങ്ങൾ ഏറ്റെടുത്തപ്പോൾ ആരോപണം ഇവരുടെ കുടുംബവും ഇവരും കൂടി പറഞ്ഞു, അല്ലെങ്കിൽ കൊന്നതാണെന്ന് പറഞ്ഞു. അത് ശരിയാണോ എന്നുള്ള രീതിയിൽ
അതിനകത്ത് കൊന്നതല്ലെന്ന് വ്യക്തത വരുത്താൻ ഏജൻസി ശ്രമിച്ചു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ നിരക്കുന്നു. റോയി അത്ര ക്ലിയർ അല്ല. റോയി ഇപ്പം പറയുന്നില്ല, ജോസഫെ നിങ്ങൾ പറയുന്ന സാമ്രാജ്യം, കഷ്ടപ്പെട്ടെന്ന് പറയുന്ന സാമ്രാജ്യം, ഒരു ജോലിയിലിരുന്ന ഈ പറയുന്ന റോയി ജോലി രാജിവെച്ചിട്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ചേരുകയാണ്. അവർ വിശ്വസ്തനായിട്ട് ഇയാളെ പറഞ്ഞ കഥ കേട്ടത് ശരിയാണെങ്കിൽ, ചുമ്മാ ഒന്നും കഥ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, കേട്ടത് ശരിയാണ്, ഇയാളെ അവിടുത്തെ മാനേജരാക്കിയില്ലേ. ഇയാൾ അവിടുന്ന് അവരുടെ പ്രസ്ഥാനം പൊളിച്ചുകൊണ്ട് അവർക്കിടെ പ്രസ്ഥാനത്തിനകത്ത് വിഷയം ഉണ്ടാക്കിക്കൊണ്ട് ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കി വെളിയിൽ പോകുന്ന ആളല്ലേ. അതേ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ തകർത്താണ് ഇയാൾ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നു. ശരിയോ തെറ്റോ ഇല്ലെങ്കിൽ വിളിച്ചു പറ. ഇതിനകത്ത് ഞങ്ങൾക്ക് ഈ പറയുന്ന ആരോപണത്തിനകത്ത് ഇവിടുത്തെ യൂട്യൂബ് ചാനൽ പറയുന്നതിനകത്ത് കാര്യമില്ല. നിങ്ങൾ വ്യക്തവരുത്തി പറയണ്ടേ. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ നിക്ഷേപരെ നിങ്ങൾ പറ്റിക്കത്തില്ലെന്ന്. നിങ്ങളുടെ നിക്ഷേപരെ നിങ്ങൾ പറ്റിക്കത്തില്ല, നിങ്ങളുടെ നിക്ഷേപരുടെ പണം തിരിച്ചു കൊടുക്കും, നിങ്ങളുടെ ബിൽഡിങ്ങുകളെല്ലാം പഴയതുപോലെ പോകും, അതിനകത്തൊരു കുഴപ്പമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം അതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങൾ വരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിട്ടല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചു. നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചത് ഇന്നല്ലേ ജോസഫേ? നിക്ഷേപകർ പണം തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയ നേരത്തെയാണ്. ആ നിക്ഷേപകർ ഒളിഞ്ഞിരിക്കുന്നവരായിരുന്നു. ആ നിക്ഷേപകരുടെ പണം ഒരുപക്ഷെ രാജ്യത്തിന്റെ നിയമപരമല്ലാത്ത പണമായിരുന്നു. അതാണ് ഇയാൾ മേടിച്ച് ഇയാളുടെ കയ്യിൽ വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇയാൾക്ക് 6 മാസം ഫ്ലൈറ്റിൽ നടന്ന് ആലോചിക്കേണ്ടി വരുന്നത്. എനിക്ക് മരിക്കണോ ജീവിക്കണോ, എനിക്ക് മരിക്കണോ ജീവിക്കണോ. അല്ലാതെ ഇത് ആത്മഹത്യ ഒരു തമാശാക്കി കണ്ടതൊന്നും അല്ലല്ലോ. അപ്പൊ 6 മാസത്തെ ഇയാളുടെ തമാശ 6 മാസം കൊണ്ട് ഇയാൾ ഡയറി കുറിച്ച് എന്തിനാ? ഡയറിയിൽ കുറിച്ചിരിക്കുന്നത് കണ്ടല്ലേ നമ്മളിത് കണ്ടത്. ഇയാൾക്ക് 6 മാസം കൊണ്ട് ഇയാൾ തീരുമാനിച്ചിരിക്കുന്നു. 6 മാസം കൊണ്ട് തീരുമാനിക്കുന്നതിന് ഞാനൊരു പ്രസ്ഥാനം നടത്തുകയാണ്, ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, ഞാനൊരു ബിൽഡറാണ്, എൻ്റെ ഒരു ബിൽഡിങ്ങിന് ഇത്ര രൂപ അല്ലെങ്കിൽ ഫ്ലാറ്റിന് ഇത്ര രൂപ വേണം, നിങ്ങൾ ഇത് തന്നാൽ അല്ലെങ്കിൽ പരിശോധിച്ചാൽ അതിൻ്റെ പൈസ തന്നാൽ നമുക്കിത് ഉണ്ടാക്കാം. അതിനകത്ത് യാതൊരു കള്ളത്തരവും ഇല്ലല്ലോ. നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തു, ഞാൻ മേടിച്ചു, കരാറുണ്ടോ? ഉണ്ട്, അത് കൊടുക്കും, എന്ന് ദിവസം കൊടുക്കും. ഇയാൾ ടെൻഷൻ അടിച്ച് എന്തിനാ? ഇയാൾ ഉണ്ടാക്കിയ, ഇയാൾ സ്വരൂപിച്ച പണത്തിന് പിറകിൽ ഈ പറയുന്നത് പോലെ കള്ളത്തരമുണ്ട്. ആ പണത്തിന് സോഴ്സ് ഇല്ലാത്ത പണമാണ്, അല്ലെങ്കിൽ ആ പണം ഇവിടെ വിനിയോഗിച്ചുകൂടാത്ത പണമാണ്. ആ പണം ഇന്ത്യയിൽ വന്നുകൂടാത്ത, ഈ ലോകത്തുനിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ലോകത്തുനിന്ന് ഇവിടെ വന്നുകൂടാത്ത പണമാണ്, മറച്ചു പിടിക്കേണ്ട പണമാണ്. അത് വെളിയിൽ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ അന്വേഷണ ഏജൻസി വന്നു. അല്ലെങ്കിൽ ഇയാൾ താമസിച്ചിരുന്നിടത്ത് ഇയാളുടെ പണത്തിന്റെ സോഴ്സ് ചെന്നപ്പോൾ ഈ പണം ശരിയായ രീതിയിലുള്ള ഒരു രാജ്യത്ത് ഒരു വ്യക്തിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തില്ല. അതായത് രാജ്യവിരുദ്ധ ശക്തികളുടെ പണം ഉണ്ടോ എന്ന് എങ്ങനെ അറിയും? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടാക്സ് അടയ്ക്കാത്ത കള്ളപ്പണ ഇടപാടിൻ്റെ എല്ലാ കള്ളപ്പണ ഇടപാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഒന്നെങ്കിൽ മയക്കുമരുന്ന്, അല്ലെങ്കിൽ ആയുധക്കടത്ത്, അല്ലെങ്കിൽ ഒരു രാജ്യം തകർക്കുന്നതിന് വേണ്ടി വിദേശത്തുനിന്ന് ഇതുപോലെ ഉള്ള ഫണ്ടുകൾ ഒക്കെ അറിയത്തില്ല, ഇസ്ലാമിസ്റ്റ് ഫണ്ടുകളൊക്കെ വരുന്നത്. ഈ ഫണ്ടുകളാണോ എന്നെങ്ങനെ അറിയാനൊക്കെ അതായതുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇയാളുടെ ദുബായിലെ ഇയാൾ നടത്തിയ ഈ കോൺക്ലേവ് എന്തോ മറ്റേ ഇയാളുടെ കമ്പനി വിപുലീകരിക്കുന്ന GCC രാജ്യങ്ങളിൽ പിന്നെ ബിസിനസ് പാർട്ടി ഇവിടുത്തെ ആ സമയത്ത് അന്വേഷണം ആ സമയത്ത് കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ജോസഫ് ഒരു കാര്യം ചെയ്യും, ജോസഫ് ഇവിടുത്തെ ആൾക്കാർ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. കോൺഫിഡൻസ് ഗ്രൂപ്പിനെ കൊണ്ടുപോകാൻ നടത്തുണ്ടാവും. യൂട്യൂബ് ചാനലുകളൊന്നും ഉണ്ടാക്കിയ കഥയൊന്നുമില്ല. നിങ്ങളുടെ മുതലാളി വന്ന് അവിടെ വന്ന് നെഞ്ചത്തെടുത്ത് വെച്ച് തോക്കെടുത്ത് വെച്ച് വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാരണം കാണും. അപ്പൊ കാരണം ഉണ്ടായത് കൊണ്ടാണ് ജോസഫിന് അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ ജോസഫ് ഇവിടെ പെട്ടു. ജോസഫിന് വായ്പ അനക്കത്തില്ലല്ലോ, ജോസഫ് ഇവിടെ പെട്ടു. ജോസഫിന് വായ്പ അനക്കത്തില്ലേ? ജോസഫ് വിഭാവം. ജോസഫ് ഇവിടുത്തെ ഈ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് കളിച്ചു വെക്കത്തുള്ളൂ. അപ്പൊ ഇനി വേണേ ജോസഫ് പറയും ഇത് നെഞ്ചത്ത് കയറിയ ഉണ്ട പുള്ളിയുടെ ഉണ്ട അല്ലെന്ന് വേണമെങ്കിൽ പറയും. മനസ്സിലായില്ലേ? വെടിവെച്ച ഉണ്ട അല്ലെങ്കിൽ തോക്കിനകത്തുനിന്ന് വന്ന ഉണ്ട വേറെ വല്ല തോക്കിനകത്തോടും വന്നതാണെന്ന് വേറെ ജോസഫ് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറയുന്നത് നിവർത്തിയുള്ളൂ. കാരണം ഇതിനകത്ത് ഇയാൾ എത്ര പത്രക്കുറിപ്പ് ഇറക്കിയാലും ജനങ്ങൾക്ക് വിശ്വാസ്യത ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിനകത്ത് നിഗൂഢതയുണ്ട്. അത്തരത്തിൽ പണം വന്നതിനകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഏജൻസിന്റെ പുറകിൽ നിൽക്കുന്നത്. ജോസഫിന്റെ ഭാഗമാക്കിയിരിക്കുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പും ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. എത്ര ഒളിച്ചോടിയാലും അങ്ങനെ ഒളിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കാനോ പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല.